നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചിക്കൻ്റെ ഒരു സ്നാക്കാണ് ചിക്കൻ പക്കോട. അപ്പോൾ ചിക്കൻ പക്കോടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ട്, അത് വേവിച്ച് വെച്ചതും കൂടി ആണെങ്കിൽ എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളെ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അത്ര തന്നെ സമയം എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബിരിയാണിക്കൊക്കെ വേവിച്ച് കഷ്ണം കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയി എങ്ങനെയാണ് ഈ ചിക്കൻ പക്കോട ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പം നമ്മുടെ ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ യെല്ലോക്കെ ഉള്ള ചിക്കനാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു കൂടുതൽ വിസിൽ വന്നു എന്ന് ചോദിച്ചിട്ടൊന്നും കുഴപ്പമില്ല, കാരണം ഇതെന്തായാലും നമ്മളൊന്ന് പിച്ചി എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിച്ചി എടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ചൊന്ന് ചൂട് കുറയട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി സവാള ആവശ്യമാണ്. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇങ്ങനെ പതുക്കെ കൈവച്ചിട്ട് ഈ എല്ലൊക്കെ ഒന്ന് കളഞ്ഞ് പിച്ചി എടുക്കാം കേട്ടോ. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ് ആ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. അത് ഒരു 1 ടീസ്പൂൺ അത്രയും മതിയായിരിക്കും. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി ഇത്രയും ചേർക്കുന്നില്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം പച്ചമുളക് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. പിന്നെ കറിവേപ്പില കുറച്ച് എന്തായാലും ചേർക്കണമല്ലോ, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണെന്നറിയോ, ഇത് ബാറ്ററാക്കി എടുക്കാൻ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരു അളവൊന്നും പറയുന്നില്ല. അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് തന്നെ മതിയായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ പിച്ചിയൊക്കെ ഇട്ട് ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമ്മളൊരു സ്പൂണിലെടുത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് അതങ്ങ് വീഴും. ആ ഒരു പരുവത്തിൽ വന്നാൽ മതി. ഇപ്പോൾ ഒരു സ്പൂണിലെടുത്തിട്ട് മറ്റേ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളൊരു പാനൊക്കെ വെച്ചു, അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ 2 ഭാഗവും. അപ്പോൾ നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറുമുറേ കഴിക്കാൻ അടിപൊളി ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശബ്ദം തന്നെ കണ്ടല്ലോ, അത്രയും ഒരു ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, അത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.